നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എക്സൈസ് വകുപ്പിൽ സംസ്ഥാനതലത്തിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ അമ്പുതിരുനാളിന്റെ ഭാഗമായി തിരുസ്വരൂപങ്ങൾ നേർച്ചപ്പന്തലിലേക്ക് എഴുന്നള്ളിച്ചു വെച്ചു. എലിഞ്ഞിപ്ര സെന്റ് ആന്റണീസ് കോൺവെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ഗിഗിൽ ഘാല ഫണ്ട് ഫോർ കോസ് ശ്രദ്ധേയമായി. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അടിയന്തരമായി സാധ്യതാ പഠനം നടത്തണമെന്ന് ഹൈക്കോടതി. വാർത്തകൾ വിശദമായി. എക്സൈസ് വകുപ്പിൽ സംസ്ഥാനതലത്തിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. തൃശൂർ പൂത്തോൾ സ്റ്റേറ്റ് എക്സൈസ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മുഖ്യമന്ത്രിയുടെ 2024 എക്സൈസ് മെഡൽ വിതരണവും പരിശീലനം പൂർത്തിയാക്കിയ എക്സൈസ് ഇൻസ്പെക്ടർമാരുടെയും വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെയും പാസിംഗ് ഔട്ട് പരേഡിൽ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എക്സൈസ് അക്കാദമിയുടെ പ്രവർത്തനം വിപുലപ്പെടുത്തുമെന്നും എക്സൈസ് വകുപ്പ് ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ ഈ സർക്കാരിന്റെ കാലത്ത് 2600-ലധികം നിയമനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 134 പേർ കൂടി എക്സൈസ് സേനയുടെ ഭാഗമായി. ഇവർ പ്രതിജ്ഞയെടുത്ത് ജോലിയുടെ ഭാഗമാവുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുക കൂടിയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. സേനയുടെ ഭാഗമായ എല്ലാവരും തന്നെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ബിരുദാനന്തര ബിരുദം, പ്രൊഫഷണൽ യോഗ്യതയുള്ളവരാണ് പരിശീലനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 16 എക്സൈസ് ഇൻസ്പെക്ടർമാരും 71 സിവിൽ എക്സൈസ് ഓഫീസർമാരും 47 വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരുമാണ് പരിശീലനം പൂർത്തിയാക്കി എക്സൈസ് സേനയുടെ ഭാഗമായത്. പരിശീലനത്തിന്റെ വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കേഡറ്റുകൾക്ക് പുരസ്കാര വിതരണവും മുഖ്യമന്ത്രിയുടെ എക്സൈസ് മെഡൽ വിതരണവും മന്ത്രി നിർവഹിച്ചു. പരിശീലനം പൂർത്തിയാക്കിയ ട്രെയിനുകളിൽ 71 ബിരുദധാരികൾ, 20 ബിരുദാനന്തര ബിരുദധാരികൾ, ഒരു MTech ബിരുദധാരി, 24 BTech ബിരുദധാരികൾ, ഒരു BAMS ബിരുദധാരി, ഒരു BDS ബിരുദധാരി, 4 B.Ed ബിരുദധാരികൾ, 5 ഡിപ്ലോമ ബിരുദധാരികളും ഉൾപ്പെടുന്നു. ആലപ്പുഴയിൽ നിന്നുള്ള സിവിൽ എക്സൈസ് ഓഫീസർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികകളിൽ നിയമനം ലഭിച്ച ഒരു കുടുംബത്തിൽ നിന്നുള്ള M. ആനന്ദവും സഹോദരിയായ M. അർച്ചനയും പാസിംഗ് ഔട്ട് പരേഡിൽ ഒരുമിച്ച് പങ്കെടുത്തതും കൗതുക കാഴ്ചയായി. ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ MR അജിത് കുമാർ, എക്സൈസ് അക്കാദമി ഡയറക്ടർ TM മജു എന്നിവരും സല്യൂട്ട് സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജനപ്രതിനിധികൾ, പൗരപ്രമുഖർ, മറ്റ് വകുപ്പുകളിലെയും എക്സൈസ് വകുപ്പുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ശ്രീ രാജീവ് ജി, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ. പ്രിയപ്പെട്ട എക്സൈസ് കമ്മീഷണർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള അംഗങ്ങളെയും ഞാൻ സംസ്ഥാന സർക്കാരിന് വേണ്ടി വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. പ്രതിജ്ഞയെടുത്തുകൊണ്ട് എക്സൈസ് സേനയുടെ ഭാഗമായ ഈ ദിവസം നിങ്ങൾ ഓരോ സേനാംഗങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും
അവിസ്മരണീയമായ ഒരു ദിനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ ഇന്ന് ഒരു ജോലിയുടെ ഭാഗമായി മാറുക മാത്രമല്ല ചെയ്യുന്നത്, ഒരു വലിയ സാമൂഹിക ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കൂടിയാണ് ചെയ്യുന്നത്. 134 പേർ ഇന്ന് പുതുതായി എക്സൈസ് സേനയിലേക്ക് കടന്നു വരുമ്പോൾ അവരിൽ ഇവിടെ പറഞ്ഞതുപോലെ മിക്കവാറും എല്ലാവരും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ബിരുദധാരികൾ, ബിരുദാനന്തര ബിരുദധാരികൾ, 20-ലധികം പേർ ബിടെക് ബിരുദധാരികൾ, എംടെക് ബിരുദധാരിയുണ്ട്, BDSും BAMSും പൂർത്തിയാക്കിയിട്ടുള്ള ആളുകളുണ്ട്, BEd ബിരുദധാരികളുണ്ട്. ഇങ്ങനെ വൈവിധ്യമാർന്ന യോഗ്യതകളുള്ള ബിരുദാനന്തര പ്രൊഫഷണൽ യോഗ്യതകളുള്ള മിടുക്കന്മാരും മിടുക്കികളുമാണ് ഇന്ന് പരിശീലനം പൂർത്തിയാക്കി സേനയുടെ ഭാഗമാവുന്നത്. അത് എക്സൈസ് സേനയുടെ മുഖം കൂടുതൽ മെച്ചപ്പെടുത്താൻ, ഒരു പുതിയ മുഖം അതിന് നൽകാൻ നിങ്ങളെക്കൊണ്ടുള്ള മിടുക്കരുടെ കടന്നുവരവ് സഹായകരമാകും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറെ കാലമായി പരിശീലനം പൂർത്തിയായി സേനയുടെ ഭാഗമായി മാറുന്നവർ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതകളുള്ളവരാണ്. ഇത് കാണിക്കുന്നത് എക്സൈസ് കൂടുതൽ ആകർഷകമായ ഒരു തൊഴിൽ അവസരം കൂടിയായി മാറുന്നു എന്നുള്ളതാണ്. സർക്കാർ എക്സൈസിന് നൽകിയ പിന്തുണയും എക്സൈസിനെ നവീകരിച്ചതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. തിരഞ്ഞെടുക്കാവുന്ന ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് പോലും ആവേശത്തോടെ കടന്നു വരാൻ നടക്കുന്ന ഒരു തൊഴിൽ മേഖല എന്ന നിലയിൽ എക്സൈസിന്റെ മുഖച്ഛായ മാറ്റിയതും നവീകരിച്ചതും ഗവൺമെന്റാണ്. ഞാൻ ദീർഘമായ പ്രസംഗത്തിനൊന്നും പോകുന്നില്ല, നല്ല വെയിലാണ് എല്ലാവരും നിൽക്കുന്നത്. ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുകയാണ്. എക്സൈസിനെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി 66 പുതിയ വാഹനങ്ങൾ ലഭ്യമാക്കുകയുണ്ടായി. എക്സൈസ് ഓഫീസുകൾ കമ്പ്യൂട്ടർവൽക്കരിച്ചു. എക്സൈസ് ഓഫീസുകളെ വൃത്തിയുള്ളതാക്കി മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു. എക്സൈസിന്റെ സൈബർ വിങ്ങിനെ ശക്തിപ്പെടുത്തി. അതോടൊപ്പം നവീനമായ ആയുധങ്ങൾ എക്സൈസിന് ഒരു സേന എന്ന നിലയിൽ എക്സൈസിനെ കൂടുതൽ സജ്ജമാക്കുന്നതിന് നവീനായുധങ്ങൾ ലഭ്യമാക്കി. 83 9mm ഓട്ടോ പിസ്റ്റളുകളും 5400 തിരകളും എക്സൈസിന് കാലയളവിൽ ലഭ്യമാക്കുകയുണ്ടായി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ അമ്പുതിരുനാളിന്റെ ഭാഗമായി തിരുസ്വരൂപങ്ങൾ നേർച്ചപന്തലിലേക്ക് എഴുന്നള്ളിച്ചു വെച്ചു. വിശുദ്ധ കുർബാനയും നൊവേന, ലതീഞ്ഞ് എന്നിവയ്ക്ക് ശേഷമായിരുന്നു തിരുസ്വരൂപങ്ങൾ നേർച്ചപന്തലിലേക്ക് എഴുന്നള്ളിച്ചത്. തുടർന്ന് ദേവാലയത്തിന്റെയും മരീൻ വീതി, സൗത്ത് നിലപ്പന്തൽ എന്നിവയുടെ വൈദ്യുതാലങ്കാരക സ്വിച്ച് ഓൺ കർമ്മവും തുടർന്ന് പള്ളി പാർക്കിംഗ് ഗ്രൗണ്ടിൽ മ്യൂസിക്കൽ മെഗാ ഷോയും അരങ്ങേറി.
വിമോചനവും സാത്താനുൾക്കടമാം ഭയവും നൽകുന്നു. വിനയസമന്യതനായി നാഥാനങ്ങളിതാ കുരിശിനു വന്ദനവും സ്തുതിയും അണയ്ക്കുന്നു. എപ്പോഴും എന്നേക്കും. ഇന്നത്തെ തിരുക്രമങ്ങളുടെ സമാപനമായി 7 മണിക്കാണ് നമ്മൾ ഉത്സവകർമ്മം. 6:30 എലിഞ്ഞിപ്പുറ സെന്റ് ആന്റണീസ് കോൺവെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ഗിഗിൽ ഗാല ഫൺ ഫോർ കോസ് ശ്രദ്ധേയമായി. ചാലക്കുടി AEO PB നിഷ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോടശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സുനന്ദ നാരായണൻ അധ്യക്ഷയായി. ചടങ്ങിൽ കൊടുങ്ങ വികാരി റവറൻ ഫാദർ ഷിബു നെല്ലിശ്ശേരി ഡയാലിസിസ് ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു. ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ച കുട്ടികൾക്കുള്ള സമ്മാനദാനം അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ക്ലിന്റൺ പെരിഞ്ചേരി നിർവഹിച്ചു. പ്രധാന അധ്യാപിക സിസ്റ്റർ നിത്യ, PTA പ്രസിഡന്റ് സൈജു ജോസ്, അധ്യാപിക സ്മേര എന്നിവർ പ്രസംഗിച്ചു. മാറാരോഗത്തിന്റെ കഷ്ടത അനുഭവിക്കുന്ന ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സാ സഹായം എത്തിക്കുക, വിദ്യാലയ നവീകരണം എന്നീ മഹത്തായ ലക്ഷ്യത്തോടെ സ്കൂൾ അങ്കണത്തിൽ നടന്ന മേള വിനോദത്തോടൊപ്പം കാരുണ്യത്തിന്റെയും വലിയൊരു മാതൃകയായി മാറി. ഞങ്ങളുടെ നല്ല മനസ്സ് നാളെയുടെ തലമുറയ്ക്കായി എന്ന സന്ദേശമുയർത്തി നടത്തിയ മേളയിലൂടെ സമാഹരിച്ച തുക നിർധനരായ ഡയാലിസിസ് രോഗികളുടെ ചികിത്സാ സഹായത്തിനായും വിദ്യാലയ വികസന പ്രവർത്തനങ്ങൾക്കായും വിനിയോഗിക്കും. വിനോദത്തോടൊപ്പം സഹജീവി സ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും കുട്ടികളെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മേളയിൽ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരുക്കിയിരുന്നത്. വാട്ടർ DJ ഷോ, DJ, സിനിമാ പ്രദർശനം, ഫിഷ് ഫുഡ്, മസാജിംഗ് സെന്റർ എന്നിവ മേളയ്ക്ക് കൊഴുപ്പേകി. കുട്ടികൾക്കായി ഗെയിം ഓൺ എന്ന പേരിൽ ഒരുക്കിയ ഗെയിമുകളിൽ വലിയ പങ്കാളിത്തമുണ്ടായി. ബിരിയാണി ഹബ്ബ്, ഐസ്ക്രീമുകൾ, സ്നാക്സുകൾ, പോപ്കോൺ, ഫ്രഷ് ജ്യൂസുകൾ എന്നിവ ലഭ്യമായ വിപുലമായ ഫുഡ് സ്റ്റാളുകൾ മേളയുടെ പ്രധാന ആകർഷണമായിരുന്നു. നമുക്ക് നോക്കാത്തതാണ് ഈ വലിയ പുസ്തകത്തിന്റെ ആദ്യത്തെ പേര് പറഞ്ഞു അപൂർവ കേരളത്തിന്റെ സംസ്കാരവും കലകളും ലോകത്തിനു മുൻപിൽ അടയാളപ്പെടുത്തിയ പത്മശ്രീ പിപിത സേത്ത് ഇനി ഇന്ത്യൻ പൗര. വെള്ളിയാഴ്ച തൃശൂർ കളക്ടറേറ്റിൽ നടന്ന ചടങ്ങിൽ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് അവർ പൗരത്വ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി. 50 വർഷത്തിലേറെയായി കേരളത്തിന്റെ വളർത്തുമകളായ പെബിത സേത്തിന് ഈ നാട് ഔദ്യോഗികമായി സ്വന്തമാവുകയാണ്. കാവുകളും ആനയും പൂരവുമെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച പെബിതയ്ക്ക് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പൗരത്വ രേഖകൾ കൈമാറി. ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാനുള്ള പെബിതയുടെ തീരുമാനത്തിന് ഇതോടെ ഔദ്യോഗിക അംഗീകാരമായി. അപൂർവമായ നിമിഷം എന്നായിരുന്നു പൗരത്വം രേഖയുടെ കൈമാറ്റത്തെ കളക്ടർ വിശേഷിപ്പിച്ചത്. 80-ാം വയസ്സിൽ ഔദ്യോഗികമായി ഇന്ത്യക്കാരിയാകുന്നതിൽ അഭിമാനമുണ്ടെന്ന് പെബിതയും പറഞ്ഞു. ബ്രിട്ടീഷ് പട്ടാളക്കാരനായിരുന്ന അമ്മയുടെ മുത്തച്ഛന്റെ ഡയറി താളുകളിൽ നിന്നാണ് പെബിത ഇന്ത്യയെക്കുറിച്ച് അറിയുന്നത്. ഫോട്ടോഗ്രാഫറും എഴുത്തുകാരിയുമായ പെബിത 27-ാം വയസ്സിലാണ് ഇന്ത്യയിലേക്ക് തിരിച്ചത്. നിക്കോൺ ക്യാമറയിൽ അവർ പകർത്തിയ മതപ്പാടിൽ പനമ്പട്ടയും മണ്ണും വീശിയെറിയുന്ന ഗുരുവായൂർ കേശവന്റെ അപൂർവ ചിത്രം ലോകശ്രദ്ധ നേടി. 1981 ഗുരുവായൂരടക്കമുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ ഹിന്ദു ആചാരപ്രകാരമുള്ള അനുമതിയും പെബിത നേടിയെടുത്തു. ഗാന്ധി എന്ന ആറ്റൻബറോയുടെ വിശ്വപ്രസിദ്ധമായ സിനിമയിൽ ജവഹർലാൽ നെഹ്റുവിന്റെ വേഷമിട്ട റോഷൻ സേത്തായിരുന്നു ജീവിത പങ്കാളി. പിന്നീട് സേത്തുമായി വേർപിരിഞ്ഞെങ്കിലും പേരിൽ അവർ ഇപ്പോഴും സേത്ത് എന്ന് ചേർക്കുന്നു. ജന്മം കൊണ്ട് ബ്രിട്ടീഷുകാരിയായെങ്കിലും ഇന്ത്യയിലും കൂടുതലായി കേരളത്തിലും ജീവിച്ചു തീർത്ത അവർക്ക് ഇനി ബ്രിട്ടനിലേക്ക് മടങ്ങേണ്ട. ഈ നാട് അവരെ മകളായി സ്വീകരിച്ചിരിക്കുന്നു എന്നതിൽ മറ്റാരേക്കാളും അവർ ആഹ്ലാദിക്കുന്നതും അതുകൊണ്ട് തന്നെ.
ഇത് സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷനാണ്. സാധാരണ മറ്റ് സിറ്റിസൺഷിപ്പിന് നമ്മൾ ചെയ്യാറുണ്ടെങ്കിലും സാധാരണ രജിസ്ട്രേഷനാണ് വരാറ്. എന്തെങ്കിലുമൊക്കെ ഒരു റിലേറ്റീവ്സ്, എന്തെങ്കിലും ഒരു നമ്മുടെ രാജ്യമായിട്ട് ബന്ധമുള്ള പക്ഷേ സിറ്റിസൺഷിപ്പ് ഇല്ലാത്ത അവർക്കാണ് കൂടുതലായിട്ടും വരുന്നത്. പക്ഷേ ഇതൊരു പ്രത്യേക കേസാണ്. നമ്മുടെ സ്റ്റേറ്റിനും എല്ലാവർക്കും ഒരു അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് ഒരു റിനോൺഡ് ഒരു പേഴ്സൺ സിറ്റിസൺഷിപ്പ് സ്വീകരിക്കുന്നത്. ഇപ്പം മാഡം 2024 അപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ജാനുവരിയിൽ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട് സിറ്റിസൺഷിപ്പിൻ്റെ. ഇന്നിപ്പോൾ ലാസ്റ്റ് പ്രൊസീജിയർ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ സിറ്റിസൺഷിപ്പ് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അടിയന്തരമായി സാധ്യതാ പഠനം നടത്തണമെന്ന് ഹൈക്കോടതി. സംസ്ഥാന സർക്കാർ എയിംസിനായി നിർദ്ദേശിച്ച സ്ഥലത്ത് സാധ്യതാ പഠനം നടത്താനാണ് നിർദ്ദേശം. സ്ഥലം നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സംസ്ഥാന സർക്കാർ പ്രതിനിധികളെ ഏകോപിപ്പിച്ചുകൊണ്ട് വേണം പഠനം നടത്തേണ്ടത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഫെബ്രുവരി 25-നകം രേഖാമൂലം സമർപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി. കാസർഗോഡ് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതി ഉത്തരവ്. കാസർഗോഡ് ജില്ലയിൽ 25,000 ഏക്കറോളം റവന്യൂ ഭൂമി ലഭ്യമാക്കണമെന്നും അവിടെ എയിംസ് അനുവദിക്കണം എന്നുമാണ് ജനകീയ കൂട്ടായ്മയുടെ ആവശ്യം. എയിംസിനായി സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് ശുപാർശ നൽകിയിട്ടുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. തുടർന്ന് ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. നിയന്ത്രണം വിട്ട കാർ മീഡിയനിലേക്ക് ഇടിച്ചുകയറി 2 പേർക്ക് പരിക്ക്. അങ്കമാലി ഭാഗത്തു നിന്നും ആലുവ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മീഡിയൻ ഇടിച്ചു തകർത്ത് മറുവശത്തേക്ക് കടന്നത്. മറുവശത്തിലൂടെ കടന്നുപോയി ബൈക്ക് യാത്രികനെയും കാർ ഇടിച്ചു വീഴ്ത്തി. അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന സ്ത്രീക്കും ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റു. ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ബാങ്ക് ജംഗ്ഷനിൽ അരമണിക്കൂറോളം ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയുടെ നേതൃത്വത്തിൽ ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മനഃശാസ്ത്രവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ കുതിരവട്ടം ഗവൺമെന്റ് മെന്റൽ സെന്ററിലെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ PK റഹീമുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജി വിഭാഗം അധ്യക്ഷ ഡോക്ടർ സന്ധ്യ അരവിന്ദ്, ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് സൈക്കോളജി വിഭാഗം മേധാവി ഡോക്ടർ N ചന്ദ്രകുമാർ, VIT അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടോണി, P ജോസ് എന്നിവർ വിവിധ സെഷനുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് PG വിദ്യാർത്ഥികളുടെയും ഗവേഷണ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രബന്ധ അവതരണങ്ങൾ ഉണ്ടായി. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങനയാടൻ, അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറൻ സിബിൻ വാഴപ്പള്ളി, സൈക്കോളജി വിഭാഗം മേധാവി സുരേഷ് AK, പ്രോഗ്രാം കൺവീനർ ഡോക്ടർ സിസ്റ്റർ ജെസി ജോർജ് എന്നിവർ സംസാരിച്ചു. Dr. Joy KL, principal, and Dr. Karuna K, vice principal. Discuss about it. Basically, of the collective effort, wisdom and goodwill that have made Vice Principal Dr. Karuna K. collect a huge human experience to the ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോനപ്പള്ളിയിലെ അമ്പത്തിരുന്നാളിനോടനുബന്ധിച്ച് മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ടൗർണമെന്റ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ പള്ളിയിൽ നിന്നും അമ്പ് എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് സൗത്ത് ജംഗ്ഷനിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും അമ്പ് കയറ്റുന്നതാണ്. വൈകിട്ട് 7-ന് മതസൗഹാർദ്ദ സമ്മേളനം നടത്തും.
തിങ്കളാഴ്ച രാവിലെ 9-ന് പള്ളിയിൽ നിന്നും അമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ച് മാർക്കറ്റ് റോഡ്, നോർത്ത് ജംഗ്ഷൻ, ആനമല ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും അമ്പ് കയറ്റും. വൈകിട്ട് 4 മുതൽ വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിൽ പ്രമുഖ ബാൻഡ് സെറ്റുകളുടെ സൗഹൃദ മത്സരം നടക്കും. വൈകിട്ട് നഗരത്തിലെ 11 സ്റ്റേജുകളിലായി നടക്കുന്ന നഗരക്കാഴ്ച ഫെസ്റ്റിവലിൽ നിരവധി കലാകാരന്മാരുടെ കലാപ്രകടനങ്ങളും നടക്കും. തുടർന്ന് വ്യാപാര ഭവനിൽ നിന്നും അമ്പുകൾ വഹിച്ചുള്ള വാദ്യമേളത്തോടെ വെള്ളിക്കുളം ജംഗ്ഷനിലുള്ള അലങ്കരിച്ച പന്തലിൽ എത്തിച്ചേരും. ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളുടെ ദീപാലങ്കാര മത്സരത്തിലെ വിജയികൾക്ക് PK ശങ്കരൻകുട്ടി വൈദ്യർ, ജോസ് പല്ലിശ്ശേരി, ജോർജ് പാറേക്കാടൻ, CP പോൾ, ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ എന്നിവരുടെ പേരിലുള്ള ട്രോഫികളും ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്യും. തുടർന്ന് വിശുദ്ധന്റെ തിരുസ്വരൂപവുമായി ടൗൺ അമ്പ് പ്രദക്ഷിണം പന്തലിൽ നിന്നിറങ്ങി രാത്രി 11-ഓടെ പള്ളിയിൽ സമാപിക്കും. തുടർന്ന് വർണ്ണമഴയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായി ജോയ് മൂത്തേടൻ, ബിനു മഞ്ഞളി, ജെയിൻ ചിറ്റിലപ്പള്ളി, രഞ്ജിത്ത് പോൾ, ചുങ്കത്ത്, ജോബി മേലെടുത്ത് എന്നിവർ പങ്കെടുത്തു. ചാലക്കുടിയിലെ ദേശീയോത്സവം അത് ചാലക്കുടിയിലെ വ്യാപാരികളും നാട്ടുകാരും തൊഴിലാളികളും അടക്കം ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷനോട് ഈ വർഷം സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു മതമൈത്രിയാണ്. ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനികളും ഒന്നടങ്കം വാഴുന്ന ഒരു സംഘടനയാണ് ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ. ചാലക്കുടി ടൗണിൽ തന്നെ 2000-ഓളം കച്ചവടക്കാരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിന് ഏകദേശം ലക്ഷക്കണക്കിന് രൂപ ചാലക്കുടിയിലെ വ്യാപാരികൾ ചാലക്കുടിയിലെ ഈ ദേശീയോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയിപ്പിക്കാൻ ഈ സംഘടനയ്ക്ക് എല്ലാ വ്യാപാരികളും, കൊച്ചു വ്യാപാരികൾ മുതൽ വലിയ വ്യാപാരികൾ വരെ തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ്റെയും മർച്ചന്റ്സ് യൂത്ത് വിങ്ങിൻ്റെ നേതൃത്വത്തിൽ സെൻറ് മേരീസ് പെർവന പള്ളിയിലെ തിരുനാളോടനുബന്ധിച്ച് ടൗൺ അമ്പിനുള്ള ഒരുക്കങ്ങൾ കൂടുതലധികം ഭംഗിയായി നടത്തി. ഒരു പഞ്ചായത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ എന്ന നയം സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്റ്റേഷൻ നിലവിലില്ലാത്ത കോടശ്ശേരി പഞ്ചായത്തിൽ കുറ്റിച്ചിറ സെന്റർ ആസ്ഥാനമായി പുതിയ സ്റ്റേഷൻ അനുവദിക്കണമെന്ന് പൊതുപ്രവർത്തകൻ KM ജോസ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. 94.5 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള പഞ്ചായത്തിൽ 50,000-ൽ താഴെ ജനസംഖ്യയുണ്ടെന്നും ജനങ്ങൾ ചാലക്കുടി സ്റ്റേഷന്റെയും വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷന്റെയും പരിധിയിലാണെന്നും പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കുറ്റിച്ചിറയിലേക്ക് എത്തുവാൻ മതിയായ യാത്രാ സൗകര്യമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയത്. ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിന് കീഴിൽ മലക്കപ്പാറ കേന്ദ്രീകരിച്ച് ആംബുലൻസ് സർവീസ് നടത്തുന്നതിന് പ്രവൃത്തി പരിചയമുള്ള പട്ടികവർഗ വിഭാഗക്കാരായ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർമാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചതിനു ശേഷം 5 വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം അപേക്ഷകർ. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായിരിക്കണം. അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നിന്നും അപേക്ഷകരില്ലാത്ത പക്ഷം മറ്റുള്ളവരെ പരിഗണിക്കും. പ്രായപരിധി 25-നും 40-നും മതി. താൽപര്യമുള്ളവർ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ഡ്രൈവിംഗ് ലൈസൻസ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, ജാതി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസൽ സഹിതം ചാലക്കുടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ ഫെബ്രുവരി 20-ന് രാവിലെ 10:30 നടക്കുന്ന വേക്കൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. ഫോൺ 0487270610. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ അമ്പുതിരുനാളിന്റെ ഭാഗമായി തിരുസ്വരൂപങ്ങൾ നേർച്ചപന്തലിലേക്ക് എഴുന്നള്ളിച്ചു വെച്ചു. എലിഞ്ഞി പ്രസിഡന്റ് ആൻഡ്സ് കോൺവെന്റ് UP സ്കൂളിൽ സംഘടിപ്പിച്ച ഗിഗിൽ ഘാല ഫണ്ട് ഫോർ കോസ് ശ്രദ്ധേയമായി. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അടിയന്തരമായി സാധ്യതാ പഠനം നടത്തണമെന്ന് ഹൈക്കോടതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.